അമീർ ചന്ദ് എന്ന ഒരു പൈസക്കാരനായ ആൾ അദ്ദേഹത്തിന്റെ മകൻ പ്രേം കൂടെ ജീവിക്കുകയായിരുന്നു ഗ്രാമത്തിൽ. അപ്പോഴാണ് വെയിൽക്കാലവും തുടങ്ങിയിരിക്കുന്നത്. ആ സമയത്ത് നല്ലൊരു ചൂടുകാലമായിരുന്നു. അവരുടെ വീട്ടില് രാധ എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചു വെച്ചാൽ അവൾ ഫ്രിഡ്ജിലുള്ള ബോട്ടിലെടുത്ത് അവളുടെ ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ചു. രാധ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാർ, വെയിൽ വളരെ അധികമാണ്. നിങ്ങളുടെ മകന് ദാഹമെടുക്കുമല്ലോ, അതുകൊണ്ട് തണുക്കാൻ വെക്കുന്നതാ സാർ. വേണമെന്നുള്ളപ്പോൾ അവൻ കുടിക്കും. ഞാൻ നിനക്ക് എന്താ കട എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടോ? വെള്ളമൊന്നും നിനക്ക് തരാൻ പറ്റില്ല. അപ്പോഴാണ് അവരുടെ മകൻ പ്രേമിന്റെ ശബ്ദം കേട്ടത്. രാധ, എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുപോവാ. ഇതാ വരുന്നു സാർ. പ്രേം കുറച്ചാണ് കുടിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളത് അങ്ങനെ വെറുതെ കളഞ്ഞു വെച്ചു. സാർ, നിങ്ങളുടെ കൂൾ ഡ്രിങ്ക്സ്. അതിൽ തണുപ്പ് പോയി. ഇനി അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഫ്രീസറിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് പിന്നെ വേറെ കൂൾ ഡ്രിങ്ക്സ് മാറ്റി വെക്ക്. നിനക്കറിയാലോ, എനിക്ക് വെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല. ഈ ചൂടുകാലത്തിലൊക്കെ കൂൾ ഡ്രിങ്ക്സ് ആണ് കുടിക്കേണ്ടത്. പക്ഷേ സാർ, ഈ കൂൾ ഡ്രിങ്ക് നമ്മൾ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മകൾക്ക് ഇത് പോയി കൊടുത്തോ. രാധ ബാക്കി വെച്ചിരുന്ന കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് അവളുടെ മകളിലേക്ക് പോയി കൊടുത്തു. മകൾ ഇത് കണ്ടപ്പോൾ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം അവരുടെ മകൾ സുമനെ അവർ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവളെന്തിനെ കൊണ്ടുവന്ന്? സാർ, ഇന്ന് സ്കൂളിൽ ലീവാണ്. പിന്നെ വീട്ടിലും ഭയങ്കര ചൂടാണ് സാർ. മാത്രമല്ല ഇവൾക്ക് ശരീരവും തീരെ സുഖമില്ല. അതുകൊണ്ട് എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് സാർ. നോക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കാറ്റ് വരാൻ ഒരു വഴി പോലും ഇല്ല സാർ. അങ്ങനെ വെച്ചാൽ നിന്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്താ ഇവിടെ അനാഥാശ്രമം വെച്ചിട്ടുണ്ടോ? നീ എന്തിനാണ് നിന്റെ മകൾ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെയുള്ള AC കാറ്റ് വാങ്ങാനല്ലേ? അമീർ ചന്ദ് തന്റെ വർത്താനം കേട്ടിട്ട് അവർക്ക് വല്ലാതെ വിഷമം വന്നു. അതേ സമയത്ത് അവരുടെ മകൻ അവിടെ വീട്ടിൽ TV-യിൽ കാർട്ടൂൺ കാണുമായിരുന്നു. പ്രേം, നീ ഇങ്ങോട്ട് വാ. എന്താച്ചാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. AC-യിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് പുറത്തു വരാൻ പറ്റില്ല. പ്രേം, നീ ഇങ്ങോട്ട് വാ, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അമീർ ചന്ദ് എന്താ പറഞ്ഞു വെച്ചാൽ, ഇനി നീ പാവപ്പെട്ടവരടുത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവുന്ന പോലെ പറഞ്ഞും കൊടുത്തു. മോനെ, ഈ പാവപ്പെട്ടവരൊക്കെ നല്ല ബുദ്ധിശാലി തന്നെയാണ്. ജോലി ചെയ്യുന്ന പേരും കിട്ടിട്ട് അവർ നല്ല AC കാറ്റും വാങ്ങിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ആ രാധയുടെ മകൾ സുമൻ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിന്റെ കൂടെ ചേർന്നിരുന്നിട്ട് TV-യും അവൾ കാണും. പിന്നെ നീ AC-ലിരിക്കുമ്പോൾ പിന്നെ അവളും AC-ലിരുന്നിട്ട് കൊണ്ടാടും. പിന്നെ അവൾക്ക് AC ഉണ്ടാവും, പിന്നെ TV ഉണ്ടാവും. ഇത് തെറ്റല്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടച്ചാ? ഞാൻ പറയുന്ന പോലെ ചെയ്. സുമൻ ഇങ്ങോട്ട് വന്നാൽ നീ AC ഓഫ് ചെയ്തേക്ക്. പിന്നെ പോയി നിന്റെ മുറിയിൽ നീ പോയി AC ഇട്ടോളൂ. പ്രേം അമീർ ചന്ദ് പറയുന്ന പോലെ കേട്ടിട്ട് അവൻ ചെയ്യാനും തുടങ്ങി. പിന്നെ സുമൻ വന്നതിന് ശേഷം അവൻ അവിടെയുള്ള AC-യും ഓഫ് ചെയ്ത് കഴിഞ്ഞു. അവൻ AC ഓഫ് ചെയ്തതിനു ശേഷം സുമൻ ആ ചൂടിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവർ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ പുറത്തുള്ള വെയിൽ വല്ലാതെ ചൂടിലായിരുന്നു. അമ്മേ, ഇന്നും വെയിൽ വളരെ അധികമാണ്. എന്നെ കൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. വെയിൽ അധികമായതുകൊണ്ട് കണ്ണെരിയുന്നു അമ്മേ എനിക്ക്. നീ എന്റെ സാരി എടുത്ത് നിന്റെ തലയിലിട്ടോ, എങ്കിൽ നിനക്ക് വെയിൽ അല്പം കുറവായിരിക്കും. പിന്നെ അവൻ പ്രേം അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവൻ AC കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ ചൂട് എന്താ വെച്ചാൽ കുറച്ചുപോലും അറിയാണ്ടിരുന്നു. രാധാവും പിന്നെ അവളുടെ മകൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഐസ്ക്രീം വണ്ടിയും കണ്ടെത്തി. അമ്മേ, എനിക്ക് ഐസ്ക്രീം വേണം അമ്മേ. വെയിൽ അധികമാണ്. എനിക്ക് കഴിക്കാൻ ഒരു കപ്പ് ഐസ്ക്രീം വാങ്ങി തരൂ. ഐസ്ക്രീം കഴിച്ചാൽ നിനക്ക് അസുഖം പിടിക്കും മോളെ. വാ, ഞാൻ നിനക്ക് പാനയിലുള്ള തണുത്ത വെള്ളത്തിൽ സർബത്ത് ഉണ്ടാക്കി തരാം. രാധ വീട്ടിൽ വന്നതിന് ശേഷം പാനയിലുണ്ടായിരുന്ന തണുപ്പ് വെള്ളം എടുത്ത് സർബത്ത് ഉണ്ടാക്കി കൊടുത്തു. സുമൻ അത് കഴിച്ചതിന് ശേഷം അവൾക്ക് ചെറുതായിട്ടൊരു തണുപ്പും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അതേ സമയത്ത് പ്രേമാണെങ്കിൽ AC-യിൽ അവൻ തണുപ്പുള്ള ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സ് ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അമീർ ചന്ദും പിന്നെ അവന്റെ മകനും കാറിൽ എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവരുടെ കാറും റിപ്പയർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ AC-യും ഓടുന്നില്ലായിരുന്നു. പിന്നെ അവർക്ക് ദാഹിക്കാൻ വല്ലാതെ ദാഹവും എടുത്തു. അച്ഛാ, എനിക്ക് വല്ലാതെ ദാഹം എടുക്കുന്നുണ്ട്. പിന്നെ വല്ലാതെ വെയിലാണ് ഇവിടെ. വേഗം AC ശരിയാക്ക അച്ഛാ. ഇത് നോക്കുമോനെ, കാർ എപ്പോഴും ശരിയാവുന്നു, എന്നാലേ AC ഓടുള്ളൂ. ആ വഴിയായിട്ട് തന്നെ രാധയും നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അവൾ കാറിലുണ്ടായിരുന്ന അമീർ ചന്ദിനെയും മോനെയും കണ്ടിട്ട് എന്ത് പറഞ്ഞാൽ, സാർ, ഇവിടെ നിന്നും 10 അടി എടുത്തു വെച്ചാൽ എന്റെ വീടെത്തും സാർ. ഇവിടെ വെയിൽ വളരെ അധികമാണ്. വണ്ടി റെഡിയാകുന്നത് വരെ രണ്ടുപേരും എന്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കൂ സാർ. ഇല്ല, ഞങ്ങളൊന്നും എന്റെ വീട്ടിലേക്ക് വരില്ല. നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്. അച്ഛാ,
എന്നെ കൊണ്ട് ഇത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതോ ഇത്ര വെയിലില്. നിങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിലേ നിങ്ങൾ ഇവിടെ നിന്നോളൂ കേട്ടോ. ഞാൻ രാധേന്റെ വീട്ടിലേക്ക് പോവുക. പ്രേം അവരുടെ രാധേന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെ ഒരു ഫാന് പോലും ഇല്ലായിരുന്നു. സുമന് വേണ്ടിയും പിന്നെ അവൾക്കുള്ള സർബത്ത് വെള്ളം ഇവനും കൊടുത്തു. അത് പ്രേമിന് വല്ലാതെ ഇഷ്ടവും പെട്ടു. പിന്നെ അവന് നല്ല സുഖവും ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ എത്ര രുചിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതിന് നല്ല തണുപ്പും ഉണ്ടല്ലോ. ഇതുപോലെ തണുപ്പുള്ള സാധനം ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഇതിലുള്ള രുചി കൂൾ ഡ്രിങ്ക്സിന് പോലും ഇല്ല. അറിയോ നിങ്ങൾക്ക് ഇതിനെന്താ പേര്? ഇതിന്റെ പേര് സർബത്താണ്. പാനയിലെ വെള്ളം കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പ്രേമും സുമനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡ്രൈവർ അകത്തേക്ക് വരികയായിരുന്നു. അവന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം വന്നു. പ്രേമും കുറച്ചു നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ശേഷം അവന് വല്ലാതെ വയറ് വേദനിക്കാനും തുടങ്ങി. അവന് വല്ലാതെ വേദനിച്ചുകൊണ്ട് അവന് ഡോക്ടറേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്റെ മോൻ എന്ത് പറ്റി ഡോക്ടർ? അവൻ ഇതുവരെ നന്നായിട്ടാണ് ഉണ്ടായിരുന്നത്. അവന്റെ വയറ്റിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഇതിനു ശേഷം ഇവന് ഫ്രിഡ്ജിൽ ഒരു സാധനം നിങ്ങൾ കൊടുക്കാൻ പാടില്ല. പക്ഷെ തണുപ്പുള്ള സാധനമാണ് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജ് അല്ലാതെ എങ്ങനെയാണ് അവന് തണുപ്പുള്ള സാധനം കൊടുക്കുക? അമീർ ചന്ദ് തന്റെ മകനെയും കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അദ്ദേഹം വീട്ടിലിരുന്ന് ആലോചിക്കുകയായിരുന്നു, ഒരു ഫ്രിഡ്ജ് ഇല്ലാതെ എങ്ങനെയാണ് തണുപ്പുള്ള സാധനം കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ രാധയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തന്നെ അവൾ പ്രേമിന് വേണ്ടി ദിവസവും ഈ തണുപ്പുള്ള സർബത്ത് കൊടുക്കാൻ പോവുകയായിരുന്നു. ഇത് ഒരു ദിവസം അമീർ ചന്ദ് കണ്ടുമുട്ടി. രാധ, എന്റെ മോന് നീ എന്താണ് ദിവസം കൊടുക്കുന്നത്? ഇതെവിടെ കാണിക്ക്. സാർ, തണുത്ത വെള്ളമാണ്. ഈ തണുപ്പുള്ളൊന്നും അവൻ കുടിക്കില്ല. ഇതൊക്കെ ഒരു വൃത്തിയിട്ട വെള്ളമാണ്. സാർ, ഈ തണുത്ത വെള്ളത്തിൽ സർബത്ത് ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങളുടെ മകന് പെട്ടെന്ന് ശരിയാകും സാർ. ഈ വെള്ളമൊക്കെ നിങ്ങൾ തന്നെ കുടിച്ചോളൂ. ഞാൻ എന്റെ മോനെ ഒരു നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അമീർ ചന്ദ് തന്റെ മകനെയും വിളിച്ചിട്ട് ഒരു വേറെ നല്ല ഡോക്ടറെ അടുത്ത് പോയി കണ്ടെത്തി. പിന്നെ അവൻ മരുന്നും ഗുളികേനും കുടിച്ചോണ്ടിരുന്നു. പക്ഷെ പ്രേമിന് രാധ ഉണ്ടാക്കുന്ന സർബത്ത് വെള്ളമാണ് വല്ലാതെ ഇഷ്ടപ്പെട്ടത്. അവൻ അതാണെങ്കിൽ ദിവസം കുടിച്ചോണ്ടിരിക്കും. പിന്നെ അവൻ ഫ്രൂട്ട് ജ്യൂസും കുടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രേം നന്നായിട്ട് ശരിയായും കഴിഞ്ഞു. കണ്ടില്ലേ, ഞാനൊരു നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് പ്രേം വളരെ ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഡോക്ടർ പറയുന്നതാണ് എപ്പോഴും ശരി. ഇല്ല അച്ഛാ, രാധ ചേച്ചി ഉണ്ടാക്കുന്ന ആ ശർബത്ത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ശരിയായത്. അവരാണ് എനിക്ക് ദിവസവും നല്ല ഫ്രഷ് ജ്യൂസും പിന്നെ ഈ ശർബത്തും തരാറ്. ഞാൻ ആ ഗുളിക കഴിച്ചിട്ടേ ഇല്ല അച്ഛാ. എല്ലാ ഗുളികയും ഞാൻ ആ അളിമാരിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലുള്ള സാധനം കുടിക്കാറില്ല. എനിക്കിപ്പോൾ പാനിലുള്ള വെള്ളം തന്നെ നല്ല രുചിയുണ്ട് അച്ഛാ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? രാധ എന്താ നിന്റെ മനസ്സൊക്കെ മാറ്റി കഴിഞ്ഞോ? അച്ഛാ, നിങ്ങൾ ഒരു പ്രാവശ്യം ആ സർബത്ത് വെള്ളം കുടിച്ചു നോക്ക്. പിന്നെ നിങ്ങൾ ആ വില ഉയരുന്ന കൂൾ ഡ്രിങ്ക്സ് കുടിക്കാറുണ്ടാവില്ല. അമീർ ചന്ദും ആ പാന നിറഞ്ഞ സർബത്ത് വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ആ വെള്ളം വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം കഴിച്ചപ്പോൾ അവർക്ക് നല്ല സമാധാനമുണ്ട്. പിന്നെ അമീർ ചന്ദ് ഇത്രയും ദിവസം ചെയ്ത തെറ്റുകളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. രാധ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഈ AC-യിൽ ഇരുത്തിയിട്ടില്ല, ഒരു തണുപ്പുള്ള വെള്ളം തന്നിട്ടില്ല. എന്നാലും നീ പ്രേമിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ശരിയായിട്ടും വന്നിട്ടുണ്ട്. സാർ, ഞങ്ങൾക്ക് AC-യിലെ കാറ്റും ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളവും ആവശ്യമില്ല. ഞങ്ങൾ സാധാരണ വെള്ളം കുടിക്കുന്നവരാണ്. പിന്നെ പ്രകൃതിയിലെ കാറ്റും. ഞങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റും AC-യിലെ കാറ്റു പോലെയാണ്. പിന്നെ പാനയിലെ വെള്ളം ഫ്രിഡ്ജിലെ വെള്ളം പോലെ. രാധ, നീ എന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞു. ഇനി നീ എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങളുടെ റൂമിലും AC-യിലും ഇരിക്കാം. പിന്നെ എത്ര ഫ്രിഡ്ജ് വെള്ളം വേണം നിനക്ക് കുടിക്കാം. ഞാൻ അതിന് തടസ്സം ഉണ്ടാവില്ല. പിന്നെ സുമനെ നീ എപ്പോ വേണേ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ സുമനെ എന്റെ കൊച്ചിനെ പോലെ ഞാൻ നോക്കിക്കോളാം. പാവപ്പെട്ടവരും ഒരു മനുഷ്യന്മാരാണെന്ന് ഞാൻ മറന്നുപോയി. അവരും എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ഞാൻ മറന്നുപോയി.